ഞാനിങ്ങനെ ഏറ്റവും പുറകിൽ നിന്ന് ഇങ്ങനെ ആണ് പേജ് താളെടുത്ത് മറിച്ചപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കറുത്ത പെണ്ണേ കരിങ്കുഴലി എന്നുള്ള പാട്ട്. ഞാൻ പറഞ്ഞത് എന്താ കേരള ഭാഷ ഗാനമെന്നുണ്ടെങ്കിൽ സിനിമാ പാട്ട് ഇതിൻ്റെ അകത്ത് വയലാർ എഴുതിയല്ലേ. അപ്പം ഷിബു പറഞ്ഞു ഇത് വയലാറിൻ്റെ ഒന്നുമല്ല, ഇത് പഴമൊഴി പണ്ട് കാലം മുതൽ ഇങ്ങനെ പാടി വന്നത് നമ്മുടെ നാടൻ പാട്ടുകളാണ്, നമ്മുടെ സ്വത്താണ്, നമ്മുടെ നാടിൻ്റെ സമ്പത്താണ് എന്ന് പറഞ്ഞു. ഇത് ആർക്കും എടുക്കാം, വയലാറെടുത്ത് അതുപോലെ അടുത്ത പാട്ട് നിങ്ങളെടുത്തോ, നമുക്കിവിടെ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ വെറുതെ ഒരു താള് മറിച്ചപ്പോൾ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടേ വരുത്തപ്പെട്ടൻ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി, അത് കയറി പിടിച്ച്. പ്രത്യേകിച്ച് വരുത്തപ്പെട്ടൻ എന്നുള്ള ഭാഗം നമുക്ക് കേട്ടിട്ടും കൂടി ഇല്ല, എന്നാലും ടട്ട എന്നുള്ള ആ ഒരു പിടുത്തം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ നിങ്ങനെ പെരത്തങ്ങൾ ട്യൂൺ ചെയ്തു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ട്യൂൺ കൊള്ളാം, പക്ഷെ നീ ആ താളം വേണ്ട, നമുക്ക് കറുത്ത പെണ്ണെ ഇപ്പൊ കേൾക്കണ. അപ്പൊ എല്ലാവർക്കും കയറി പിടിച്ചു, അത് കൊള്ളാം. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ചരണം വേറെ ടൈപ്പായിരുന്നു. ഈ ഇപ്പൊ നമ്മൾ കേൾക്കേണ്ട ചാന്ദനിയുടെ ട്യൂണായിരുന്നില്ല. അങ്ങനെ വളരെ സന്തോഷമായി. അപ്പൊ നമുക്ക് ഒരു അന്ന് ഇത് നല്ല കാര്യം. അപ്പോൾ ഇവിടേക്ക് ആലായാൽ തറ വേണം, ഒന്നാം വട്ടം രണ്ടാം വട്ടമൊക്കെ അതിൻ്റെ അകത്തുണ്ട്, ആ ബുക്കിൽ തന്നെ ഉണ്ട്. പക്ഷേ ഈ കറുത്ത വെണ്ണ മാത്രം ആ ബുക്കിൽ നിന്ന് എടുത്തുള്ളൂ.